നമസ്കാരം. അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന ശേഷം രാജ്യമെമ്പാടും നിരവധി പരിശോധനകൾ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വിമാന കമ്പനികൾക്ക് മേൽ പരിശോധനയും നടപടികളും ആരംഭിച്ചു. അഹമ്മദാബാദ് വിമാനാപകടം എയർ ഇന്ത്യയുടെ അടിത്തറയെ വരെ ബാധിച്ചതിനു പിന്നാലെയാണ് ബോയിങ് ഡ്രീം ലൈനർ സീരീസിലുള്ള വിമാനങ്ങളുടെ പല തകരാറുകൾ കണ്ടെത്തുകയും സർവീസുകൾ റദ്ദാക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ DGCA എയർ ഇന്ത്യക്കെതിരായ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. 2024 മുതലുള്ള ഓഡിറ്റ് ഇൻസ്പെക്ഷൻ രേഖകൾ ഹാജരാക്കാനാണ് എയർ ഇന്ത്യയോട് DGCA ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിമാനത്തിന്റെ സുരക്ഷാ പരിശോധന, ജീവനക്കാരുടെ ഡ്യൂട്ടി ഷെഡ്യൂളിംഗ് തുടങ്ങിയവ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുവാനാണ് ഈ രേഖകൾ പരിശോധിക്കുന്നത്. ഈ പരിശോധനകൾ നടത്തിയ ശേഷം അതിൽ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ മാത്രമല്ല കടുത്ത നടപടികൾ എയർ ഇന്ത്യ നേരിടേണ്ടി വരുമെന്ന് DGCA മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഡ്യൂട്ടി ഷെഡ്യൂളിംഗിൽ വീഴ്ച വരുത്തിയ മുൻ സീനിയർ ഉദ്യോഗസ്ഥരെ DGCAയുടെ നിർദ്ദേശപ്രകാരം എയർ ഇന്ത്യ നീക്കിയിരുന്നു. ഇപ്പോൾ തുടക്കമിട്ട ഏവിയേഷൻ ഓഡിറ്റിംഗിലൂടെ രാജ്യത്തെ ഏവിയേഷൻ മേഖല മികച്ചതാക്കുവാനുള്ള ശ്രമമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിനായി പുതിയ നടപടിക്രമങ്ങളുടെ ചട്ടക്കൂടിനും രൂപം നൽകി കഴിഞ്ഞു. വിമാന കമ്പനികൾ മെയിൻ്റനൻസ്, റിപ്പയറിംഗ്, എഞ്ചിനുകളുടെ പ്രവർത്തനക്ഷമത, അപ്ഡേഷൻ എന്നിവ കൃത്യമായി നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇതിനായി പല മൾട്ടി ഡിസിപ്ലിനറി ഓഡിറ്റ് സംഘങ്ങളെയും DGCA ഒരുക്കിയിരിക്കുകയാണ്. ഇതിനിടെ സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതിന് എയർ ഇന്ത്യയുടെ 3 എയർബസ് വിമാനങ്ങൾക്ക് DGCA മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. ഇത് അഹമ്മദാബാദ് വിമാനാപകടത്തിന് ദിവസങ്ങൾക്ക് മുൻപേ ആയിരുന്നു. ആ റിപ്പോർട്ടിൽ പരിശോധന നടത്തുന്നതിൽ 1 മാസം കാലതാമസം വരുത്തിയ ഒരു എയർബസ് A320 വിമാനം ദുബായ്, റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതായി കണ്ടെത്തിയിരുന്നു. മറ്റൊരു A319 വിമാനത്തിൽ 3 മാസത്തോളമായി പരിശോധനാ കാലാവധി കഴിഞ്ഞിരിക്കുകയായിരുന്നു. മൂന്നാമത്തെ വിമാനത്തിന് പരിശോധനാ കാലാവധി കഴിഞ്ഞ് 2 ദിവസത്തെ കാലതാമസമാണ് ഉണ്ടായിരിക്കുന്നത്. അപകടത്തെ തുടർന്ന് നിരവധി വൈഡ് ബോഡി സർവീസുകൾക്ക് പുറമെ ചെറിയ ഉൾവശമുള്ള നാരോ ബോഡി സർവീസുകളും എയർ ഇന്ത്യ വെട്ടിക്കുറച്ചിരുന്നു. ജൂലൈ 15 വരെ 3 റൂട്ടുകളിൽ പൂർണ്ണമായും 19 റൂട്ടുകളിൽ ഭാഗികമായും സർവീസ് താൽക്കാലികമായി നിർത്തുവാനാണ് എയർ ഇന്ത്യയുടെ തീരുമാനം. എന്നാൽ ഇത് നാരോ ബോഡി സർവീസുകളുടെ 5% മാത്രമേ വരുന്നുള്ളൂ എന്നും എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമ ചോദിക്കുകയും പകരം വിമാനം ഏർപ്പെടുത്തുകയോ ടിക്കറ്റുകളുടെ തുക മടക്കി നൽകുകയോ ചെയ്യുകയാണ്. 120 അന്താരാഷ്ട്ര ആഭ്യന്തര റൂട്ടുകളിലായി 600 നാരോ ബോഡി എയർ ഇന്ത്യ വിമാനങ്ങളാണ് ദിവസവും സർവീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് 15% വൈഡ് ബോഡി സർവീസുകളും എയർ ഇന്ത്യ വെട്ടിക്കുറച്ചിരുന്നു. ഹരിയാനയിലെ ഗുരുഗ്രാമിലെ എയർ ഇന്ത്യയുടെ പ്രധാന ബേസ് ക്യാമ്പിൽ DGCA പരിശോധന നടത്തി. ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ, ഫ്ലൈറ്റ് ഷെഡ്യൂളിംഗ്, റോസ്റ്ററിംഗ്, മറ്റു മേഖലകളിലെ കാര്യക്ഷമത ഇവയെല്ലാം പരിശോധിക്കുകയാണ്. ഇതിനോടൊപ്പം ജൂലൈ ആദ്യവാരം ചേരുന്ന പാർലമെന്ററി സമിതി യോഗത്തിൽ ബോയിങ് വിമാന കമ്പനി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തും എന്നാണ് അറിയുന്നത്. വ്യോമയാന ഗതാഗതവുമായി ബന്ധപ്പെട്ട സമിതിയുടേതാണ് ഈ നടപടി. ഇതിനു മുൻപ് മറ്റൊരു ആരോപണം കൂടി എയർ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നിരുന്നു. ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നം മുൻപ് ചൂണ്ടിക്കാട്ടിയതിന് തങ്ങളെ പിരിച്ചുവിട്ടു എന്ന് എയർ ഇന്ത്യയുടെ 2 മുൻ ജീവനക്കാർ വെളിപ്പെടുത്തിയിരുന്നു. 2024 മെയ്യിൽ മുംബൈ ലണ്ടൻ ഡ്രീം ലൈനർ വിമാനത്തിന്റെ വാതിലിലെ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയിരുന്നു. എയർ ഇന്ത്യയും DGCAയും ഇത് പരിഗണിച്ചില്ല എന്നും ജീവനക്കാർ ആരോപിച്ചു. ഈ ആരോപണങ്ങൾ എയർ ഇന്ത്യ നിഷേധിച്ചിരുന്നു. പെരുമാറ്റ ദൂഷ്യം കാരണമാണ് ഇവരെ പിരിച്ചുവിട്ടതെന്നും അന്ന് എയർ ഇന്ത്യ പ്രതികരിച്ചിരുന്നു. ഇതിനോടൊപ്പം 5 വർഷം മുൻപ് എയർ ഇന്ത്യയുടെ എയർബസ് A321 വിമാനം 2020 ഫെബ്രുവരിയിൽ ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ തിരിച്ചിറക്കിയ സംഭവത്തിലും ഇപ്പോൾ അന്വേഷണം നടത്തുമെന്നാണ് വിവരം. അഹമ്മദാബാദ് വിമാനാപകടം എയർ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള നിലയെ ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബുക്കിംഗിൽ 35% കുറവുകളാണ് വന്നിരിക്കുന്നത്. ടിക്കറ്റ് നിരക്കും ഇടിഞ്ഞിട്ടുണ്ട്. രാജ്യാന്തര റൂട്ടുകളിൽ 16%, ആഭ്യന്തര റൂട്ടുകളിൽ 24% വരെയും കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുവാനുള്ള കഠിന പ്രവർത്തനത്തിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ കമ്പനി. അഹമ്മദാബാദ് ദുരന്തമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് എയർ ഇന്ത്യയെ കരകയറ്റുവാൻ ടാറ്റ സൺസ് ചെയർമാൻ N. ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യൻ വ്യോമയാന മേഖല വരും വർഷങ്ങളിൽ വൻ കുതിച്ചുചാട്ടം സൃഷ്ടിക്കും എന്നാണ് നേരത്തെയുള്ള പ്രവചനം. എയർ ഇന്ത്യയും ഇൻഡിഗോയും
1000-ന് മുകളിൽ വിമാനങ്ങൾ ആകാശത്തേക്ക് പുതുതായി ഇറക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കുവാനുള്ള ജാഗ്രതയിൽ വ്യോമയാന വകുപ്പും DGCAയും മുന്നോട്ടു പോകുകയാണ്. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.